ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സൂര്യ ആൻഡ് വെൽക്കം ടു മൈ ഫസ്റ്റ് ബ്ലോഗ്. അപ്പോൾ ഇന്ന് ഒരു ഹാപ്പനിങ് ആയിട്ടുള്ള ഡേ ആണ്. ഇപ്പോൾ രാത്രി 12:35 അപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്ന് നമുക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട്. സോ ഫസ്റ്റ് നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കണം. നമുക്ക് നാളെ എന്തൊക്കെ പാക്ക് ചെയ്യണം, എന്തൊക്കെ എടുത്ത് വെക്കണം, എന്തൊക്കെ പിന്നീടത്തേക്ക് കൊണ്ടുപോകാൻ വെക്കണം, അങ്ങനത്തെ കുറച്ച് പാക്കിംഗ് പ്ലാനിങ് ചെയ്യാനുണ്ട്. പിന്നെ പറ്റുകയാണെങ്കിൽ ഇത്ര നേരത്തെ കിടന്നുറങ്ങണം, കാരണം ഇപ്പോൾ മണി 12:45. അപ്പം അതാണ് ഇന്നത്തെ ഐറ്റിനറി. ലിസ്റ്റ് ഉണ്ടാക്കുക, കിടന്നുറങ്ങാം, ബാക്കി നാളെ. അപ്പം പറഞ്ഞതുപോലെ നമ്മുടെ ലിസ്റ്റ് ഉണ്ടാക്കൽ കഴിഞ്ഞു. അതെല്ലാം ഓരോ കാറ്റഗറി ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കിടന്നുറങ്ങാം. ഗുഡ് മോർണിംഗ് ഗൈസ്. ഉറക്കം മതിയായിട്ടില്ല. ഗുഡ് മോർണിംഗ്. നമ്മൾ കഴുകി ഫ്രഷായി ബെഡൊക്കെ ഒന്ന് വിരിച്ചിടണം, കണ്ണിലേക്ക് വരം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് സ്കിൻ കെയർ ചെയ്യാം, ലോണ്ട്രി ചെയ്യാനുണ്ട്, പിന്നെ ഫുഡ് കഴിക്കണം, വിശക്കുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്കിനി കയറാം. അപ്പം നമ്മൾ ബെഡെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്കിൻ കെയർ യൂസ് ചെയ്യുന്ന പോൺസിൻ്റെ ഡ്രൈ സ്കിൻ ക്രീം ഫേഷ്യൽ മോയ്സ്ചറൈസർ വിത്ത് റിച്ച് ഹൈഡ്രേഷൻ ആണ്. അപ്പോൾ സ്കിൻ കെയർ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്ന് ഒരുങ്ങാം. ഞാനെപ്പോൾ വീട്ടിലിരുന്നാലും എഴുന്നേറ്റ് ഒന്ന് സെറ്റിലായി കഴിഞ്ഞാൽ കണ്ണും പൊട്ടും എഴുതും. അതൊരു ശീലമാണ്. ദിസ് മേക്സ് മീ ഫീൽ ഗുഡ്. അപ്പം കണ്ടെഴുതാം. രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ റെഡി ആയി കഴിഞ്ഞാൽ യു ഫീൽ വെരി ഗുഡ് സ്റ്റാർട്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും, അല്ലെങ്കിൽ ഭയങ്കര ഉറക്കപ്പിച്ചിരിക്കും. അറ്റ്ലീസ്റ്റ് എനിക്കെങ്ങനെയാണ്. പൊട്ട് കഴിയാറായി. ഞാൻ ഷാമ്പൂ ഇട്ടു. അപ്പോൾ എൻ്റെ മുടി നല്ല രീതിയിൽ ഫ്രിസി ആയിട്ടിരിക്കും. നമുക്ക് കുറച്ച് ഹെയർ സിറം കൂടി ഇട്ട് കൊടുക്കാം, ഒന്ന് മയപ്പെടുത്തിയെടുക്കാം. എൻ്റെ കയ്യിലൊരു ഐ ക്രീം ഉണ്ട്, ചുമ്മാ ഒരു രസത്തിന് അത് ഇട്ടേക്കാം. സാധനം നല്ല ബ്രാൻഡിൻ്റെ സാധനമാണ്, ടോറിഡൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. അപ്പോൾ ഒരു ഷോർട്ട് റീക്യാപ്പ് ആയാലോ. നമ്മൾ എണീറ്റു, ഫ്രഷായി, ബെഡ് ക്ലീൻ സെറ്റ് ചെയ്തു, സ്കിൻ കെയർ ചെയ്തു. ഇനി നമുക്ക് ലോണ്ട്രി ചെയ്യാം. ലോണ്ട്രി കിട്ടിയതിന് ശേഷം നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കാം. ഹലോ ഗൈസ്, അപ്പം ഞാൻ ഫുഡ് കഴിച്ചു ആക്ച്വലി. പക്ഷെ ഞാൻ എൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പക്ഷെ എനിക്ക് കുറച്ചിടയ്ക്ക് മടി പിടിച്ചിരുന്നു. പിന്നെ കുറച്ച് കോൾസ് ഉണ്ടായിരുന്നു, നാട്ടിൽ വിളിച്ചു, ഇവിടുത്തെ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു, പിന്നെ എൻ്റെ റൂംമേറ്റ് ഞാൻ കുറച്ച് സംസാരിച്ചിരുന്നു. പിന്നെ അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇനി നമുക്കപ്പം റൂമും പറ്റണം ഒന്ന് ക്ലിയർ ചെയ്യണം. ഇവിടെ കുറച്ച് വേസ്റ്റ് കിടപ്പുണ്ട്. അതിൻ്റെ ഒപ്പം ഇതിനകത്ത് ലോണ്ടറി ബാഗിനുള്ളിൽ ഞാൻ മുന്നേ നനച്ചിട്ട് മടക്കാതെ മടി പിടിച്ച് വെച്ച കുറച്ച് ഡ്രസ്സ് ഉണ്ട്. അപ്പോൾ അതൊന്ന് മടക്കി വേഗം നമുക്ക് അവിടെ ഇട്ടിട്ട് ഹാങ് ചെയ്തിട്ട് നമുക്ക് ബാക്കി തുണി നനയ്ക്കാൻ കൊണ്ടുവരും. ഇനി നനയ്ക്കാനുള്ള തുണികൾ നമുക്കെല്ലാം കൂടെ കളക്ട് ചെയ്യാം.
വിചാരിക്കുന്ന ഒരു കാര്യമാണ് റൂം ഒന്ന് ഒതുക്കണമെന്ന്. എല്ലാ ദിവസവും കുറച്ച് ദിവസം ചെയ്യും, പക്ഷെ എങ്ങനെ പോയാലും ഇതായിരിക്കും അവസ്ഥ. അപ്പം നമുക്കിതൊന്ന് ഒതുക്കാം. പറ്റുമ്പോൾ ഒക്കെ ഞാൻ റൂം ഇതുപോലെ ഒതുക്കാറുണ്ട്. എന്തോ എനിക്കിഷ്ടമാണ് റൂമൊക്കെ ഒതുക്കുമ്പോൾ. നമ്മൾ കിടക്കുന്ന സ്പേസൊക്കെ ഒന്ന് വൃത്തിയായി എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വയ്ക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ മെയിൻ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മൾ വിചാരിച്ച പോലെ എല്ലാം ചെയ്തു. ഇനി നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് നമുക്ക് കയറണം. ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് നമ്മുടെ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് എനിക്കൊരു സ്റ്റാൻഡ് കിട്ടിയിട്ടുണ്ട്, അപ്പം അത് ഒന്ന് ക്ലീൻ ചെയ്യണം. അത് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ട് നമുക്ക് കിച്ചൺ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. കിച്ചണിലെ പാത്രങ്ങൾ നമ്മൾ ഇന്നലെ ലിസ്റ്റ് ഉണ്ടാക്കിയായിരുന്നല്ലോ, അപ്പോൾ ലിസ്റ്റിനകത്തെ അനുസരിച്ച് ഓരോ കാറ്റഗറി വൈസ് നമുക്ക് ചെയ്ത് തുടങ്ങാം. ഈ സ്റ്റാൻഡ് ഒന്ന് ക്ലീൻ ചെയ്തതാണ്. ഞാൻ ഒന്നുകൂടെ ക്ലീൻ ചെയ്യാനുള്ള റീസൺ, ഞാൻ വീട് മാറുന്നതുകൊണ്ട് വൃത്തിയായിട്ട് കൊണ്ടുപോയാൽ അവിടെ ചെന്നിട്ട് വലിയ ബുദ്ധിമുട്ടാവില്ല, അതുകൊണ്ടാണ്. ഞാൻ നിൽക്കുന്ന വീട്ടിൽ മലയാളികളുണ്ട്. അപ്പോൾ അതിൽ ചിലർ ജോലിക്ക് പോകുന്നുണ്ട്, ചിലർ കുക്ക് ചെയ്യാണ്. അതിൻ്റെ തിരക്കാണ് കാണുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എൻ്റെ ലഞ്ച് അല്ലെങ്കിൽ ഏർലി ഡിന്നർ കഴിച്ചു. മണി 6 ബട്ട് വിശന്നു പോയി. ചിക്കനും യോഗട്ടുമാണ് ഇന്നത്തെ മെനു. പാക്കിംഗ് തുടങ്ങിയപ്പോൾ കിച്ചണിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ, തുണി വയ്ക്കാനാണെങ്കിൽ അധികം സമയം എടുക്കില്ല. അതെല്ലാം മടക്കി ഒതുക്കി വെച്ചാൽ പെട്ടെന്ന് പണി കഴിയും. പക്ഷേ കിച്ചണിലെ സാധനങ്ങൾ നമുക്കങ്ങനെ കോമ്പാക്റ്റായിട്ട് എടുത്ത് വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് കുറേ സ്പേസ് എടുക്കും. അപ്പം അതിൻ്റെ കാര്യങ്ങൾ പാക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഞാൻ ആദ്യം തന്നെ തീർക്കാൻ ശ്രമിച്ചത്. കുറേ സമയം എടുത്തു, കുറേ അധികം സമയം എടുത്തു. അതിനിടയിൽ കുറേ എക്സ്ട്രാ പണികളുണ്ടായിരുന്നു. കുറച്ച് നേരം റിലാക്സ് ചെയ്യാനിരുന്നു, പിന്നെ സംസാരിച്ചിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലെ ഒരു ഫ്രണ്ടിൻ്റെ നിന്ന് എനിക്ക് കുറച്ച് കാർട്ടൺ ബോക്സസ് കിട്ടി. അപ്പോൾ അതിനകത്താണ് ഞാൻ അധികം ഒലയാത്ത രീതിയിൽ പാത്രങ്ങൾ എടുത്തു വെച്ചത്. പിന്നെ പാത്രങ്ങളാണേലും ഗ്ലാസ് പാത്രങ്ങളും ഞാൻ ബേസിലൊരു കുറച്ച് ഫോമിൻ്റെ ഒരു ഷീറ്റ് പോലത്തൊക്കെ വെച്ച് പറ്റുന്ന രീതിയിലൊക്കെ എൻ്റെ കഴിവിൻ്റെ പരമാവധി വെച്ച് പാക്ക് ചെയ്തു. ബോക്സസിനൊക്കെ ഓരോ പേരിട്ടു അകത്ത് എന്താണെന്നറിയാൻ വേണ്ടി. അങ്ങനെ കിച്ചൺ പരിപാടി കഴിഞ്ഞു. മണി 10 കഴിഞ്ഞു. അപ്പോൾ കിച്ചൺ സെക്ഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം നമുക്ക് കുറേ പണി ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ അടുത്തത് വിചാരിക്കുന്നത് തുണി എടുത്ത് വയ്ക്കാമെന്നാണ്. അപ്പം അത് പെട്ടെന്ന് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. നോക്കാം, പറ്റുന്നത്രയും ഫാസ്റ്റായിട്ട് ചെയ്യാം. നാളെ എനിക്ക് ഡാൻസ് പ്രാക്ടീസിന് പോകണം. അപ്പോൾ ഇവിടുന്ന് 1 മണിക്കൂർ കഷ്ടിയാണ് അവിടേക്ക് ഉള്ളത്. അപ്പം കുറച്ച് അത്യാവശ്യം ഉറങ്ങിയിട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് നോക്കാൻ പോകുന്ന പോലെ. പിന്നെ തുണികൾ ഒരുവിധം ഒരു പെട്ടി ഞാൻ കുറേ തുണികൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സെറ്റ് തുണികൾ ഞാൻ ഹാങ്ങറിൽ ഇട്ടിട്ടുണ്ട്, അതുണ്ട്. പിന്നെ ലോണ്ട്രി കഴിഞ്ഞ തുണികളും ഉണ്ട്. അപ്പം അത് പറ്റുന്ന അത്രയും കോമ്പാക്റ്റായിട്ട് പാക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് എക്സ്ട്രാ വാക്യൂം ബാഗ് ഉണ്ട്, അതിൽ പാക്ക് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം അങ്ങനെയാണ്. നമുക്ക് വേഗം തന്നെ അടുത്ത സെക്ഷനിലേക്ക് കയറാം. മണി ഇപ്പം 11:55. അപ്പം നമ്മൾ വിചാരിച്ച പോലെ എല്ലാം ഒന്നും തീർക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ വാക്യൂം ബാഗ് അത് മൺഡേ എനിക്ക് കിട്ടത്തുള്ളൂ. അപ്പം അത് കാരണം കുറച്ച് എനിക്ക് തുണികൾ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് എടുത്ത് വയ്ക്കാൻ പറ്റില്ല. എല്ലാം എടുത്ത് വെച്ചു, ജസ്റ്റ് കുറച്ച് തുണി ആ ബോക്സിനകത്ത് കയറില്ല, കാരണം അത് കുറച്ച് പഫി ആയിട്ടുള്ളതാണ്. സോ അത് വാക്യൂം ബാഗ് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ സെറ്റിലാവും. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇന്നൊരു ലോങ് ഡേ ആയിരുന്നു, കുറേ കാര്യങ്ങൾ ചെയ്തു, വിചാരിച്ച ഓൾമോസ്റ്റ് ഒക്കെ ചെയ്തു. കുറച്ച് കാര്യങ്ങൾ ചില സാങ്കേതിക കാരണങ്ങൾ കാരണം അങ്ങ് ഫിനിഷ് പോയിൻ്റ് എത്താൻ പറ്റിയില്ല. പിന്നെ ബെഡും കാര്യങ്ങളും ഒക്കെ എനിക്ക് ലാസ്റ്റ് മിനിറ്റ് എടുത്ത് വയ്ക്കാൻ പറ്റും, കാരണം എനിക്ക് ഇന്ന് കിടന്നുറങ്ങേണ്ടതാണ്. ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചു. പിന്നെ കൊണ്ടുപോവാതെ ഇവിടെ വെക്കേണ്ട തുണികൾ ഏതൊക്കെയാണെന്ന് സോർട്ട് ചെയ്ത് മാറ്റി വെച്ചു. സോ ഐം ഹാപ്പി വിത്ത് വാട്ട് ഐ ഡിഡ് ടുഡേ. ഐ ഫീൽ ഗുഡ്. ഇന്നൊരു പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു. ഇടയ്ക്ക് കുറച്ച് മടിയൊക്കെ പിടിച്ചിരുന്നു. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് നോർമൽ, ഇറ്റ്സ് ഫൈൻ, ബട്ട് ഐ ഫീൽ ഗുഡ്. അപ്പം ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ഞാൻ ഉറങ്ങാൻ പോവാം, നാളെ എനിക്ക് പ്രാക്ടീസ് ഉണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.